ഹായ് ഫ്രണ്ട്സ്, അതിന് നമ്മൾ 40 ഡേ സ്റ്റഡി പ്ലാനിൽ ഡേ 37 എത്തിക്കുകയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ നമുക്കറിയാം എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ആരും ടെൻഷൻ അടിക്കാണ്ട് ടെൻഷൻ എല്ലാം മാറ്റി വെച്ചിട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണ് നമുക്ക് ഇനി ഈ ദിവസങ്ങളിൽ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് പോവുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം. ഇന്ന് നമ്മ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് 2024 19/2024 ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ 166/2021 ക്വസ്റ്റ്യൻ പേപ്പറും. ഈ രണ്ട് പേപ്പറുകളാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ നമുക്ക് ഹോട്ട് ടോപ്പിക്സുകൾ ആയിട്ട് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്നും നേരത്തെ പഠിച്ചത് തന്നെയാണ്, അതൊന്നുകൂടി റിവൈസ് ചെയ്യുക. കാരണം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ സ്ഥിരമായിട്ട് ചോദ്യം വന്ന ഭാഗമാണ് ISRO റിലേറ്റഡ്. അതായത് ചന്ദ്രയാൻ 3 നമുക്കറിയാം ഭയങ്കര ഹോട്ട് ടോപ്പിക് ആണ്. അത് അതിനോടൊപ്പം തന്നെ ചന്ദ്രയാൻ 1ഉം 2ഉം നോക്കുക. അതേപോലെ തന്നെ ആദിത്യ L1 ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എക്സ്പോസാറ്റ് ഉണ്ട്. ഈ 2024 ജനുവരി വിട്ടതാണ്. അപ്പൊ ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകളാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി പഠിക്കുക. പിന്നെ ഇതിന് വിക്ഷേപിച്ച വിക്ഷേപ വാഹനം തുടങ്ങിയ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നോക്കി വെക്കുക. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2024 പുതിയ ട്രെൻഡാണ് നൊബേൽ പ്രൈസസ്. അതായത് നൊബേൽ സമ്മാനം നേടിയത്, അവരെ പറ്റിയ വിവരങ്ങൾ, അവർ ഏത് വിഷയത്തിലാണ് നേടിയത്, ആൻഡ് അത് പങ്കിട്ടവരാരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അവരെ രാജ്യങ്ങൾ ഏതാന്ന് നോക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ നോക്കേണ്ടതാണ് രോഗങ്ങൾ, രോഗകാരികളും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ബയോളജിയിൽ. അതുപോലെ തന്നെ വൈറ്റമിൻസും. ഇത് മാത്രമല്ല പിന്നെ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് വിട്ടൊരു കളിയില്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാവരും നിർബന്ധമായിട്ട് നോക്കാം. ഇതിനോടൊപ്പം അത് വിടാണ്ട് തന്നെ അത് കൃത്യമായിട്ട് നോക്കാം. അതുകൂടാണ്ട് കറണ്ട് അഫയേഴ്സും നമ്മൾ പഠിച്ച് തന്നെ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.